കൊച്ചിനെ നോക്കി ഇപ്പൊ വീട്ടിൽ ഇരിക്കുവാണോ? PSC ഒന്നും നോക്കുന്നില്ലയോ? എത്രയും പെട്ടെന്നൊരു ഗവൺമെന്റ് ജോലിയൊക്കെ മേടിക്കണ്ടായോ? അല്ലെങ്കിൽ പിന്നെ ഈ ഇരിപ്പങ്ങ് ഇരുന്നു പോവും, കൊച്ചിനെ നോക്കി വീട്ടിലങ്ങ് ഇരിക്കേണ്ടി വരും. കേട്ടിട്ടില്ലേ? എന്നെപ്പോലുള്ള ഭൂരിഭാഗം അമ്മമാര് കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്. കൊച്ചിനെ വീട്ടിലാക്കിയിട്ട് എത്രയും പെട്ടെന്നൊരു PSC കോച്ചിങ്ങിന് പോവും എന്ന് വന്ന് പറയാറില്ലേ? എനിക്ക് ഈ ചോദിക്കുന്നവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. ഞങ്ങൾ ഈ കോച്ചിങ്ങിനും ജോലിക്കും ഒക്കെ ഈ ചെറിയ കൊച്ചിനെ ഇട്ടിട്ട് പോയാൽ നിങ്ങൾ വന്ന് ഞങ്ങളുടെ കൊച്ചിനെ നോക്കൂ? ഇല്ല. പക്ഷേ ചോദിക്കുന്നവർക്ക് ഒരു എളുപ്പമില്ലാതെ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അന്നേരം ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? ഞങ്ങൾ ഈ കൊച്ചിനെ നോക്കി വീട്ടിൽ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ബോധവും വിവരവും ഒന്നും ഇല്ലാഞ്ഞിട്ടാണെന്നാണോ? ആക്ച്വലി ഞങ്ങൾ സൃഷ്ടിച്ച ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ ഞങ്ങൾക്ക് നോക്കി വളർത്തണം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ വളർച്ച ഞങ്ങൾക്ക് കാണണം, അല്ലെങ്കിൽ ആ കുട്ടി എന്ത് കഴിക്കണം, എങ്ങനെ വളരണം എന്നൊക്കെ ഞങ്ങൾ ഒരമ്മ എന്ന നിലയിൽ ഞങ്ങൾക്കതൊക്കെ നോക്കി കാണണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ചിലർക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് കുട്ടിയെ നോക്കി വീട്ടിൽ നിൽക്കാൻ പറ്റില്ലായിരിക്കും. അവർക്ക് ഒരു സ്റ്റെബിലിറ്റി വേണമെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ കോച്ചിങ്ങിനോ അല്ലെങ്കിൽ അന്നേരം തന്നെ ഒരു ജോലിക്കോ കുട്ടിയെ വീട്ടിലാക്കിയിട്ട് പോകേണ്ട അവസ്ഥയായിരിക്കും. പക്ഷേ എല്ലാവരും അതുപോലെ അല്ല എന്ന് ഈ ചോദിക്കുന്നവർ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഞാൻ എന്നുള്ള ഒരു ഇൻഡിവിജ്വൽ, അതായത് ഞാൻ എന്നുള്ള ഒരു അമ്മയുടെ ചിന്ത ആയിരിക്കത്തില്ല മറ്റൊരമ്മയ്ക്ക്. ഒരു കുട്ടി ആയി കഴിഞ്ഞിട്ട് അതിനെ നോക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. നമുക്ക് ഇപ്പോൾ ഉള്ള സ്ത്രീകൾക്ക്, ഭൂരിഭാഗം സ്ത്രീകൾക്കും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. അവർക്കറിയാം അവരുടെ കുട്ടിക്ക് വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, എത്ര ടൈം സ്പെൻഡ് ചെയ്യണ്ട, 2 വർഷത്തെ കരിയർ ബ്രേക്ക് എടുക്കണോ അല്ലെ എടുക്കണ്ടായോ എന്നൊക്കെ. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ പാർട്ട്ണറുമായിട്ട് ചിന്തിച്ച് ഓക്കെ നമുക്ക് കുറച്ച് നാൾ ബ്രേക്ക് എടുത്തിട്ട് നമ്മുടെ കൊച്ചിനെ നോക്കാം എന്നൊക്കെ ആലോചിച്ച് നമ്മൾ അത് വീട്ടിലിരിക്കുമ്പോഴായിരിക്കും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് അതെനിക്ക് ഈ കൊച്ചിനെ നോക്കി വീട്ടിൽ ഇരിക്കുന്നത് വലിയൊരു തെറ്റായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. നമ്മൾ ചുമ്മാ വീട്ടിലിരിക്കുമ്പോഴായിരിക്കും ഒരു പരിചയമില്ലാത്തവർ വന്നിട്ട് കൊച്ചിനെ നോക്കി വീട്ടിൽ ഇരിക്കുവാണോ, ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ വേണ്ടേ, പെട്ടെന്ന് കോച്ചിങ്ങിന് പൊക്കോണം എന്നങ്ങ് പറയുന്നത്. ഇതൊരുമാതിരി പരിഹാസമാണോ, പുച്ഛമാണോ, ഓർഡറിങ് ആണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. ആക്ച്വലി ഞാൻ എന്നുള്ള ഒരു അമ്മയുടെ ചിന്തയായിരിക്കത്തില്ല മറ്റൊരു ഇൻഡിവിജ്വലിന്. എനിക്ക് എൻ്റെ ചോയ്സാണ്, എൻ്റെ കുട്ടിക്ക് വേണ്ടി ഇത്ര ടൈം സ്പെൻഡ് ചെയ്യണം. ഒരു പക്ഷേ എന്നെപ്പോലുള്ള പല അമ്മമാർ അവരുടെ പാർട്ട്ണറുമായിട്ടൊക്കെ ആലോചിച്ച് ഓക്കെ ഞാൻ കുറച്ച് ടൈം നമ്മുടെ കുഞ്ഞിന് വേണ്ടി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാം എന്ന് വിചാരിച്ചിട്ടുള്ളവരായിരിക്കും. അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ ആ കുഞ്ഞൊന്ന് PKG പോകുന്നത് വരെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം എന്ന് വെച്ചിട്ട് നിൽക്കുന്നവരായിരിക്കും. അതിൻ്റെ അർത്ഥം അവൾ ഒരിക്കലും ജോലി കിട്ടത്തില്ല, അവൾക്ക് ജോലി മേടിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അവൾക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ളതല്ല. നമ്മുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കോ നമ്മുടെ ഹസ്ബൻഡിനോ ആർക്കും ഇല്ലാത്ത കുറ്റങ്ങളാണ് ഈ വഴിയിൽ കൂടെ പോകുന്നവർക്ക്. ഒരു ഉളുപ്പും ഇല്ലാതെ പബ്ലിക് സ്പേസിലൊക്കെ നിന്നായിരിക്കും പറയുന്നത് കൊച്ചിനെ നോക്കി ഇങ്ങനെ ഇരുന്നോ, നാളെ പിന്നെ കിടന്ന് കരയേണ്ടി വരും ഒരു ജോലിയില്ലാതെ. ആക്ച്വലി നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം? ഇതൊരു പഴഞ്ചൻ ചിന്താഗതിയായിട്ടൊന്നും വിചാരിക്കേണ്ട, ഇതൊരു പുതിയ ചിന്താഗതി തന്നെയാണ്. എപ്പോഴത്തെയും പോലെ ഗ്രാൻഡ് പാരൻസിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് പോകുന്ന അമ്മമാരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്ന അമ്മമാരൊക്കെ ഉള്ള കാലമാണ് ഇത്. ഞങ്ങളുടെ ഒരു ആഗ്രഹം അനുസരിച്ച് ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് വളർത്തണം, അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും ഏൽപ്പിച്ചിട്ട് പോകാൻ താല്പര്യമില്ല, അവർ നമ്മളെ വളർത്തിയല്ലോ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തികളാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഒരു വർഷമോ 2 വർഷമോ 3 വർഷമോ ബ്രേക്ക് എടുത്തെന്നും വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ആദ്യം ഈ ചോദിക്കുന്നവരൊന്ന് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടിട്ട് കൊച്ചിനെ ഇട്ടിട്ട് നമ്മൾ പഠിക്കാനോ ജോലിക്കോ വല്ലതും പോയി കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും മെൻ്റലി സ്റ്റേബിൾ ആയിരിക്കത്തില്ല. അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത്. ആക്ച്വലി ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ, നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു പീരീഡാണ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ നമ്മുടെ ലൈഫിനെ പറ്റിയും എഡ്യൂക്കേഷനെ പറ്റിയും അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ലേ, നിങ്ങളുടെ ഭാവി ഇങ്ങനെ ആവും എന്നൊക്കെ വന്ന് പറയുമ്പോൾ ഉള്ള നമ്മുടെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു രീതിയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നവരെയൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് തൻ്റെ കൊച്ചിനെ നോക്കി വീട്ടിലിരിക്കുന്നത്, അല്ലാതെ വേറൊരു പണിയില്ലാഞ്ഞിട്ടല്ല. പിന്നെ പറയുന്നതാ നിന്റെ കൂടെ പഠിച്ച ആ കുട്ടിയുണ്ടല്ലോ അവൾക്കിപ്പോൾ ജോലി കിട്ടിക്കോട്ടെ, അത് അവരുടെ ചോയ്സ്, അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടി, ഞങ്ങളുടെ ലൈഫാണ്, അതെങ്ങനെ വേണമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ അറിയാം. നിങ്ങൾ വന്നിട്ട് ആരുടെ എക്സാമ്പിൾസ് പറഞ്ഞു തരേണ്ട കാര്യം ഇല്ല. ഈ ചോദ്യം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ആരാണെന്നോ
അവർ ഈ ചോദിക്കുന്നവർ അവരുടെ ലൈഫിൽ കല്യാണവും കഴിഞ്ഞ് ആദ്യത്തെ കുട്ടിയായി രണ്ടാമത്തെ കുട്ടിയായി അവർ സ്കൂളിലും പോയപ്പോഴായിരിക്കും അവരൊരു ജോലിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ജോലി വേണം ആ ഒരു ലൈഫിനെ പറ്റിയോ ചിന്തിച്ചിട്ട് പിന്നെ പോയായിരിക്കും അവർ ജോലി മേടിച്ചിട്ടുള്ളത്. ആ ആൾക്കാരാണ് നമ്മളൊരു 6 മാസമായിട്ടോ 1 വർഷമായിട്ടോ ഒന്ന് കുഞ്ഞിനെ നോക്കി വീട്ടിൽ നിന്ന ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്. എനിക്ക് നിങ്ങളെപ്പോലുള്ളവരോട് പറയാനുള്ളത്, നമ്മളും നമ്മുടെ വീട്ടുകാരുടെ ഇടയിലും ഒക്കെ നല്ല ധാരണയുണ്ട് ഇതിനെപ്പറ്റി. നിങ്ങൾ വെറുതെ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. സ്വന്തം കുട്ടിയെ നോക്കി വളർത്തുന്നതൊരു തെറ്റൊന്നുമല്ല. അതിനു വേണ്ടി ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ആ അമ്മ അവളുടെ കാര്യങ്ങൾ മാറ്റി വെച്ചേക്കാം. ഈ ഒരു കേസിൽ വരുമ്പോൾ പ്രാക്ടിക്കൽ ചിന്താഗതിയെക്കാട്ടി കൂടുതലും ഉള്ളത് ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ചിന്താഗതിയാണ് അമ്മയ്ക്ക്. അപ്പം ഈ കുഞ്ഞിനെ നോക്കി വീട്ടിൽ ഇരിക്കുന്ന അമ്മമാരെ ചൊറിയാൻ പോകുന്നവർ ആദ്യം വിചാരിക്കുക, നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇതൊന്നും ചോദിക്കേണ്ടത്. പിന്നെ ഇത് കേട്ട് നിങ്ങൾ ആരും വിഷമിക്കാതിരിക്കുക എന്നാണ് എനിക്ക് ഈ അമ്മമാരോട് പറയാനുള്ളത്. ഈ ആൾക്കാർ ഇനിയിപ്പോൾ ഇങ്ങനത്തുള്ള ചോദ്യം കേട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഫീൽ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി നല്ലൊരു ബോധം ഉണ്ടായിരുന്നാൽ മതി. എങ്ങനായിരിക്കണം നമ്മുടെ ലൈഫ്, എത്ര നാൾ നമുക്ക് നമ്മുടെ കുഞ്ഞിന് വേണ്ടി കൊടുക്കാൻ പറ്റും, അത് കഴിഞ്ഞ് നമ്മുടെ കരിയർ, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഞാനിത് പറഞ്ഞെന്നും വെച്ചിട്ട് ഈ ജോലിക്ക് പോകുന്ന അമ്മമാരും അല്ലെങ്കിൽ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് പോകുന്നവരും ഒക്കെ കുറ്റക്കാരാണെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അതൊക്കെ ഓരോരുത്തരുടെ ലൈഫ്, ഓരോരുത്തരുടെ ചോയ്സ്, ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അതിനനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ എന്നും പറഞ്ഞ് എല്ലാവരും അത് ചെയ്തെന്നും പറഞ്ഞ് കൊച്ചിനെ നോക്കി വീട്ടിൽ ഇരിക്കുന്നത് ഒരു വലിയ തെറ്റൊന്നും അല്ല. സോ നമുക്ക് നമ്മുടെ ലൈഫിനെ പറ്റി ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം ഒരു പോസ്റ്റ് പാർട്ടം മോം എന്ന നിലയിൽ. സോ ഞാൻ ഈ വീഡിയോ നമ്മുടെ ജോലി, ഗവൺമെൻറ് ജോലി, PS ജോലി എന്ന് പറഞ്ഞ് ചൊറിയാൻ വരുന്നവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. എന്നെപ്പോലെ ഏതെങ്കിലും അമ്മമാർക്ക് ഈ ഒരു കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെയാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ.